ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്നേ വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞാനൊന്ന് ട്രയൽ നോക്കി, അത് വളരെ ഇതായിട്ട് മുളച്ചു. ഇത് വേറെ ഒന്നുമില്ല, വാഴപ്പിണ്ടിയാണ്. വാഴ വെട്ടുമ്പോൾ കിട്ടുന്ന വാഴപ്പിണ്ടി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് തുറന്ന് കളഞ്ഞിട്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല, കുറച്ച് മണ്ണ്, അതായത് കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഈ കുഴിയിൽ ഇങ്ങനെ നിറച്ച് ചെയ്യാം. കണ്ട, നിറച്ച് വെച്ചിട്ട് നമ്മൾ നടാനെടുത്ത്, ഞാനിപ്പോൾ ഒരു കുറച്ച് പയറാണ് എടുത്തേക്കണത്. ഈ പയറൊക്കെ ഇതിൽ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. ഈ പയർ വന്ന് അമർത്തിയിട്ട് ഒരു ശകലം മണ്ണ് മുകളിലങ്ങ് ഇട്ട് കൊടുത്തേക്കുക, ആ പയർ കാണാത്ത രീതിയിൽ. എന്നിട്ടിത് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക്, ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും എടുത്ത് അതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. വച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഈ അടപ്പിൽ നിൽക്കണ രീതിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് വച്ചിരുന്നാൽ വിത്തെല്ലാം മുളയ്ക്കും. നിങ്ങൾ നനയ്ക്കാനും പോകണ്ട, ഇത് അന്വേഷിക്കാനും പോകണ്ട, എല്ലാം പക്കയായിരിക്കും. കാരണം ആ പിണ്ടി വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് ആ വിത്തിന് ആവശ്യമുള്ള തണുപ്പ് കൊടുത്ത് അത് മുളപ്പിച്ച് കിട്ടും. ഞാനത് ട്രയൽ നോക്കിയതാണ്. ഇത് കുറച്ച് നാളായി, അതൊക്കെ പൊളിഞ്ഞ് പോയി. ഇത് അടുത്ത് നോക്കിയാൽ കാണാം. ഇത് ഞാനിങ്ങനെ വെച്ചിരുന്ന ഒരു പേരക്കയാണ്. ഒരു പേരക്ക എടുത്ത് വെച്ചിട്ട് അതങ്ങനെ തന്നെ മുളച്ചേക്കുവാണ്. കണ്ട, പേരക്ക മുളച്ച് നല്ല സ്റ്റൈലായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട്. വേരൊക്കെ വന്നു. അത് ഇതിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ നനയ്ക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പയർ നട്ടിട്ടുണ്ട്. പയറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മണ്ണിട്ടിട്ടേ, കുറച്ച് മണ്ണ് ആദ്യം ഇട്ടിട്ട് ഇനി ഒരു പീനട്ട് ബട്ടറാണ്. എന്തെന്നാ ഇത് പറയാ, ബട്ടർ പീനട്ടോ. എന്തായാലും അത് ഞാനൊന്ന് നട്ടു നോക്കുവാണ്. അപ്പോൾ ഇത് നട്ടിട്ട് ഇത് മുളച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എന്തായാലും ഞാൻ ആദ്യം നോക്കിയത് മുളച്ചിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ നടുവാണ്. വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഈ അടപ്പിൽ വരുന്ന വരെ വെള്ളം ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറേ നാളത്തേക്ക് വെള്ളം അതിൽ നിന്ന് അത് വലിച്ചിട്ടു. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സൈഡിൽ പോസ്റ്റ് ചെയ്താൽ പോരെ?